മക്കൾസ് SLC മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്, നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കാം. നോക്കോ, ഇത് സം ഓഫ് 5 ടേംസ്. മക്കളെ 5 പദങ്ങളുടെ തുക നമുക്ക് ഇവിടെ തന്നു 40 ആണ് തന്നിട്ട്. ആൻഡ് ദി സം ഓഫ് 13 ടേംസ് 13 പദങ്ങളുടെ തുക 260 ആണ് തന്നു. ക്വസ്റ്റ്യൻ വായിക്കാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് തേർഡ് ടേം? മൂന്നാമത്തെ പദം എന്താണ്? ഇത്രേ ഉള്ളൂ മക്കളെ ക്വസ്റ്റ്യൻ. 40 പദങ്ങളുടെ 5 പദങ്ങളുടെ തുക 40 ആണ് തന്നിട്ടുണ്ട്. ഈ 5 ഓരോ ഒറ്റ സംഖ്യയല്ലേ? ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡിൽ ടേം ആയിരിക്കും ചോദിക്കുക. സോ മിഡിൽ ടേം തേർഡ് ടേം ആണ്. തേർഡ് ടേം കാണാൻ സം ബൈ നമ്പർ 40/5 = 8. ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. കാണാതെ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് 13 പദങ്ങളുടെ തുക. യെസ്, 13 പദങ്ങളുടെ തുക 260 ആണ്. 13 പദങ്ങളുണ്ടെങ്കിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 13ന്റെ തൊട്ടടുത്ത 14/2. ഏഴാമത്തെ ആളാണ് മിഡിൽ ടേം, മധ്യപദം. സോ ഏഴാമത്തെ പദമാണ് ചോദിച്ചത്. ഏഴാമത് ഈക്വൽ ടു സം ബൈ നമ്പർ 260 / 13 = 20. ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രേണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രേണി എഴുതുക. സോ ശ്രേണി എഴുതാൻ നമുക്ക് എന്ത് കിട്ടണം? കോമൺ ഡിഫറൻസ് കിട്ടണം. മൂന്നാമതും 8 ആണ്, ഏഴാമതും 20 ആണ്. എന്ത് ചെയ്താൽ മതി? TD/PD. അപ്പൊ എന്തായി? 12/4 = 3 ആണ്. കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. സോ 8 മൂന്നാമത്തെ പദമാണ്. 3 കുറച്ചാൽ രണ്ടാമത്തെ പദം 5, 1 കുറച്ചാൽ 2. റെഡി ആണല്ലോ? യെസ്.